നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ നടന്നു. ജനുവരി 1 മുതൽ രാത്രിയും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് സൌജന്യ ഭക്ഷണം. ഓണം ഫെസ്റ്റിലെ നീക്കിയിരിപ്പ് തുകയിൽ നിന്ന് 3 ലക്ഷം രൂപ നഗരസഭ പാഥേയം പദ്ധതിക്ക് കൈമാറി. പുനലൂർ ഓണം ഫെസ്റ്റിന്റെ പേരിൽ നഗരസഭ പിരിച്ചെടുത്ത തുക പുട്ടടിച്ചെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ പ്രതീകാത്മകമായി പ്രവർത്തകർ നഗരത്തിൽ പുട്ട് വിതരണം ചെയ്തു. കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണെന്ന് COA. സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ചിതറയിൽ നടന്നു. താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ നടന്നു. ജനുവരി 1 മുതൽ രാത്രിയും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് സൌജന്യ ഭക്ഷണമുണ്ടാകും. ഓണം ഫെസ്റ്റിലെ നീക്കിയിരിപ്പ് തുകയിൽ നിന്ന് 3 ലക്ഷം രൂപ നഗരസഭ പാഥേയം പദ്ധതിക്ക് കൈമാറി. ഓണം ഫെസ്റ്റ് 2014 നീക്കിയിരിപ്പ് തുകയായ 6,12,541 രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപയാണ് നഗരസഭ പാഥേയം പദ്ധതിക്കായി മാറ്റിവച്ചത്. പൊതുയോഗം സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. എന്റെ ഒരു കാര്യം മുറിഞ്ഞപ്പോ ഞാനൊന്ന് മരുന്ന് വെപ്പിക്കാൻ ആശുപത്രിയിൽ ചെന്നപ്പോ ഒരു ലേഡി ഡോക്ടറെ ഉള്ളവർ ഈ MLA എന്നൊക്കെ പറഞ്ഞപ്പോ ആകെ പിന്നെ ഡോക്ടർ ഭംഗിയുടെ പോയാണ് മരുന്ന് വെച്ചത്. ഡോക്ടർ ഭംഗിയ ആ ആശുപത്രി ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയതിൽ പുനലൂർ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുവരെ കണ്ടത്. ഇപ്പോഴാണ് കണ്ടത്. ഇപ്പൊ അവിടെ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഷാഹിദ് ഉള്ള പങ്ക് ഞാൻ ഈ അവസരത്തിൽ പുനലൂർ മുനിസിപ്പാലിറ്റിയെയും ഡോക്ടറെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഡോക്ടറെ പലയിടത്തും ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചികിത്സാ ചെലവ് ഓരോ ദിവസവും കൂടി വരിക, മരുന്നിന്റെ വില കൂടിയ. സർക്കാർ ഒരു മരുന്ന് നിശ്ചയിച്ചാൽ ഇന്ന് ഏത് പേപ്പറിലാണ് വായിച്ചതെന്ന് എനിക്ക് അതുകൊണ്ട് ഓർമ്മയില്ല. ഇംഗ്ലീഷ് പത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഹിന്ദു ആണെന്ന് സംശയമുണ്ട്. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് മരുന്ന് കിട്ടാത്തത് കൊണ്ട് ആളുകൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ കൂടുതൽ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ദുസ്ഥിതി വന്നിരിക്കുമെന്നാണ് പത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നഗരസഭയും പഞ്ചായത്തും ഒക്കെയാണ് ശ്രമിക്കേണ്ടത്. ബ്ലോക്കിനൊന്നും വലിയ അധികാരമൊന്നുമില്ല, ഫണ്ടുമില്ല. അതാണ് വന്നിരിക്കുന്ന ഒരു കുഴപ്പം. ഇപ്പൊ താലൂക്ക് ആശുപത്രികൾ പലതും പഞ്ചായത്ത് പ്രദേശങ്ങളിലാണെങ്കിൽ ബ്ലോക്കിന്റെ കീഴിലാണെങ്കിൽ ബ്ലോക്കിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജയമോഹനൊക്കെ വല്ലതും ചെയ്യാനൊക്കെ ഒന്നും ജില്ലാ ആശുപത്രിക്കേ പറ്റുന്നുള്ളൂ, താഴോട്ട് വരാൻ കഴിയുന്നില്ല. അതൊക്കെ ചില പോർട്ട്ഫോളിയോ തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ പൊന്നൂർ ആശുപത്രിയുടെ കാര്യത്തിൽ വേറെ ഒന്നും ചെയ്തതിലും ഉള്ള കാശ് അവർക്ക് കൊടുക്കണം മുനിസിപ്പാലിറ്റി എന്നാണ് എൻ്റെ അഭിപ്രായം. ചെത്തി പറഞ്ഞോണ്ടൊന്നും കാര്യമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ S. ബിജു സ്വാഗതം പറഞ്ഞു. പാഥേയം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. പുനലൂർ നഗരസഭ പാഥേയം പദ്ധതി വഴി വൈകുന്നേരങ്ങളിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ടുള്ളവർക്ക് 1-ാം തീയതി പുതുവർഷ ദിനത്തിൽ തന്നെ ഭക്ഷണവും മറ്റും നൽകിക്കൊണ്ടുള്ള ഒരു പുതുവർഷ വരവേൽപ്പാണ് നഗരസഭ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതേറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പുതുവർഷത്തെ ആ നിലയിൽ വരവേറ്റുകൊണ്ട് പുതുവർഷ കാലത്ത് നാം ചെയ്യേണ്ട ഒരു വർഷക്കാലം നാം ചെയ്യേണ്ട പദ്ധതികൾക്ക് കൂടി നഗരസഭയ്ക്ക് രൂപം നൽകാനും ജനങ്ങൾ അത് ഏറ്റെടുക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി വന്നാൽ 2015 എന്നത് ബാലകൃഷ്ണ സാറ് ആ 65 വർഷത്തിന് മുമ്പുള്ള ഒരു പുനലൂരിനെ കുറിച്ച് അദ്ദേഹം മനസ്സുകളിലൂടെ കടന്നുപോയ ചില അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇനിയും വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ അത് സഹായകരമായി മാറും. ആ നിലയിലേക്ക് നഗരസഭ ഉയർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ചലച്ചിത്ര താരം അശോകൻ പ്രതിഭകളെ ആദരിച്ചു. ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ചടങ്ങിൽ സന്നിഹിതനായി. ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ് മുഖ്യ അതിഥിയായി. പാഥേയം പദ്ധതിയിലേക്കുള്ള സംഭാവന VP ഉണ്ണികൃഷ്ണൻ, ജിജി കെ ബാബു എന്നിവരിൽ നിന്ന് രാധാമണി വിജയാനന്ദ്, അഡ്വക്കേറ്റ് SM ഖലീൽ, ഡോക്ടർ ഷാഹിർ ഷാ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഓണം ഫെസ്റ്റിന്റെ പേരിൽ നഗരസഭ പിരിച്ചെടുത്ത തുക പുട്ടടിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ. പ്രതീകാത്മകമായി പ്രവർത്തകർ പുട്ട് വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് V രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ UDF നിയോജകമണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ തട്ടിപ്പ് നടത്തിയ ഭരണസമിതി നീക്കിയിരിപ്പ് തുകയായി അവതരിപ്പിച്ച 6,14,000 രൂപയിൽ 3 ലക്ഷം രൂപ മാത്രമാണ് താലൂക്ക് ആശുപത്രിയിലെ പാഥേയത്തിന് നൽകുന്നതെന്നും ബാക്കി തുക CPMന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് നൽകാനാണ് നീക്കമെന്നും കരിക്കത്തിൽ പ്രസേനൻ ആരോപിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഓണം ഫെസ്റ്റ് പോലെയുള്ള ചില പരിപാടികൾ മാത്രം നടത്തി ഈ പട്ടണത്തിലെ ജനങ്ങളിൽ നിന്ന് കാശുകൾ സമാഹരിച്ച് അത് മുഴുവൻ കുത്തടിച്ചു തീർക്കുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നഗരസഭയിൽ കഴിഞ്ഞ കുറെ നാളുകളായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരത്തിന്റെ വികസനപരമായ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രാഥമികമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെയാണ് ഇത് കണക്കുകളില്ലാതെ എല്ലാ വർഷവും ഇതൊരു വലിയ വ്യാപാരം പോലെ നടത്തി, ഒരു വ്യവസായം പോലെ നടത്തി ഈ ഓണം ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇപ്പോൾ ആ ഓണം ഫെസ്റ്റിവലിൽ ഏതാണ്ട് 6 ലക്ഷം രൂപയോളം ബാലൻസ് ഉണ്ടെന്ന് പറയുന്നു. ആ 6 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ പാഥേയം പദ്ധതിക്ക് ആശുപത്രിക്ക്, അത് നല്ലൊരു കാര്യമാണ്, അത് നമുക്കൊന്നും എതിരല്ല, നല്ല കാര്യമാണ്. പാവങ്ങൾക്ക് പാഥേയം പദ്ധതിയിലൂടെ ആഹാരം കൊടുക്കുന്ന പരിപാടി നല്ല പരിപാടിയാണ്, അതിന് കൊടുക്കുന്നതിനോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ ബാക്കി വരുന്ന 3,14,000 വരുന്ന തുക പുനലൂർ നഗരസഭയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിനകത്ത് മാലിന്യ നവീകരണം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന പ്ലാന്റിന്റെ ചെലവിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പട്ടണത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു കടുത്ത അപരാധമാണ്. നഗരത്തിന്റെ വികസനത്തിന് യാതൊന്നും ചെയ്യാതെ CPMന്റെ റിമോട്ട് കൺട്രോൾ ഭരണത്തിന് വഴിപ്പെടുന്ന നഗരസഭാ നേതൃത്വം അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം തൊടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. G ജയപ്രകാശ്, KM യോഹന്നാൻ, അലൻ JP ജോൺ, TS ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ചിത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖല വളരെ വലിയ മത്സരത്തിലേക്ക് നടന്നു. ഡീറ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നമുക്കൊരു ഏത് സാധാരണക്കാരനായി ഓപ്പറേറ്റർ പറയും ഡീറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തീകരിക്കണമെങ്കിൽ ആദ്യം സെക്ടർ ബോക്സിന് നൽകുന്ന പൂർത്തീകരിക്കും. തങ്ങളുടെ കയ്യിലുള്ള അനലോഗ് കൺസ്യൂമറുകളെ എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റണമെങ്കിൽ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്കെല്ലാം ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ ഭവനങ്ങളിലേക്കെല്ലാം നമ്മളുടെ ബോക്സ് സെക്ടർ ബോക്സുകൾ ചെന്നെത്തപ്പെടണം. അങ്ങനെ ചെന്നെത്തപ്പെടണമെങ്കിൽ അതിലൊരു കാലാവധി ഉണ്ടാകും. ആ കാലാവധി ഗവൺമെന്റ് പറയുന്നത് 1 വർഷമോ 2 വർഷമോ ആണെങ്കിൽ KCCയെ സംബന്ധിച്ചിടത്തോളം സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ആ ഔദാര്യം സ്വീകരിക്കേണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഗവൺമെന്റ് തരുന്നത് ആ ഔദാര്യം സാധാരണക്കാരായ KCC ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയല്ല. ഗവൺമെന്റ് തന്നെ ഒരു ഔദാര്യവും സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ള മറ്റുള്ള കമ്പനികൾക്ക് എന്റെ പ്രദേശത്ത് വിളവ് നൽകുവാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള പ്രതിജ്ഞയുമായിട്ടായിരിക്കും ഒരുപക്ഷെ KCC നമുക്ക് ഓരോരുത്തർക്കും പുറത്തു പോകാൻ പറ്റും. അവിടെ ഗവൺമെന്റിന്റെ ആ ഔദാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പുതിയ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും വ്യത്യസ്തമായി KCCയുടെ സംഘടന എടുത്തിരിക്കുന്ന തീരുമാനം 2015 മാർച്ച് മാസത്തോടുകൂടി തന്നെ കേരളത്തിലെ COA അംഗങ്ങൾ എല്ലാവരും തന്നെ അനലോഗ് സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് ഡിജിറ്റൽ സംവിധാനത്തെ സ്വീകരിക്കണമെന്നുള്ളത്. COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് G അനിലാൽ അധ്യക്ഷനായി. സ്വാഗത സംഘം കൺവീനർ T വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന കമ്മിറ്റി അംഗം D രാജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കൊല്ലം ജില്ലാ സെക്രട്ടറി B വിജയകുമാർ ജില്ലാ അവലോകന റിപ്പോർട്ടും ട്രഷറർ S സാജൻ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K അനിൽകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലതീഷ് കുമാർ, KCCL MD R ഹരിദാസ്, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് നൈനാരത്ത്, P സുരേഷ് ബാബു, ചന്ദ്രൻ പടിപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. ചിതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് ജില്ലാ കൺവെൻഷൻ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പൊതുജനാരോഗ്യ മേഖലയെ കുത്തകകളിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജനകീയ ആരോഗ്യ സംരക്ഷണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി.
മറ്റെല്ലാ മേഖലകളിലേക്കും കടന്നു കയറിയതിന് സമാനമായി ഈ പൊതുജനാരോഗ്യ മേഖലയിലേക്ക്, ആരോഗ്യ മേഖലയിലേക്കും കുത്തകകൾ കടന്നു കയറുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിനെതിരെ പ്രതിരോധിക്കുക, അതിനെ തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ യാത്ര KPMTA സംഘടിപ്പിച്ചുള്ളത്. ഈ അടുത്ത കാലത്ത് മരുന്നുകളുടെ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആശുപത്രി മേഖലയിലേക്ക് ഉൾപ്പെടെ കുത്തകകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അടുത്തതായി നമ്മുടെ പാരാമെഡിക്കൽ മേഖലയിലേക്കും കുത്തകകൾ കടന്നു കയറാൻ അതിനുവേണ്ടിയുള്ള ഗൂഢമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വീകരണ യോഗം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബോയ് പെരേര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിശ്വജ്യോതി അധ്യക്ഷനായി. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ചൊവ്വാഴ്ച തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. S വിജയൻപിള്ളയാണ് ജാഥ ക്യാപ്റ്റൻ. KPMTA സംസ്ഥാന ഭാരവാഹികളായ K ബാബു, KS ഷാജു, അസ്ലം, ഷരീഫ് പാലുളി, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മിഷൻ ഫോർ ചൈൽഡ് ആൻഡ് യൂത്തിന്റെ നേതൃത്വത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു. അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയി അഞ്ചലിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MCY ഡയറക്ടർ രാജു കുറ്റിക്കാട് സ്വാഗതം പറഞ്ഞു. MCY ചെയർമാൻ M ജോൺ അധ്യക്ഷനായി. അലേമൺ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു, MCY ട്രഷറർ ബിന്ദു രാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാങ്കേതിക കാരണങ്ങളാൽ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ നടന്നു. ജനുവരി 1 മുതൽ രാത്രിയും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് സൌജന്യ ഭക്ഷണം. ഓണം ഫെസ്റ്റിലെ നീക്കിയിരിപ്പ് തുകയിൽ നിന്ന് 3 ലക്ഷം രൂപ നഗരസഭ പാഥേയം പദ്ധതിക്ക് കൈമാറി. പുനലൂർ ഓണം ഫെസ്റ്റിന്റെ പേരിൽ നഗരസഭ പിരിച്ചെടുത്ത തുക പുട്ടടിച്ചെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ പ്രതീകാത്മകമായി പ്രവർത്തകർ നഗരത്തിൽ പുട്ട് വിതരണം ചെയ്തു. കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണെന്ന് COA. സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ചിതറയിൽ നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.